അതിജീവനത്തിന്റെ വയനാടിന് എടവിലങ്ങിന്റെ പൊറോട്ടയും ഇറച്ചിയും. വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം എടവിലങ്ങ് ചന്തയിൽ ഡിവൈഎഫ്ഐ എടവിലങ്ങ് മേഖലാ കമ്മിറ്റിയിലെ നയനാർ യൂണിറ്റും സെന്റർ യൂണിറ്റും സംയുക്തമായാണ് പൊറോട്ടയും ഇറച്ചിയും വിൽപ്പന നടത്തിയത്. ഒരാഴ്ച മുതൽ ആക്രി വർഗയും ന്യൂസ് പേപ്പർ വർഗയും മീൻ വിറ്റും അച്ചാർ വിറ്റും അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ മൂലം ഇതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുകയാണ്. ഇന്ന് എടവിലങ്ങ് മേഖലയ്ക്കകത്ത് ഡിവൈഎഫ്ഐയുടെ നയനാർ യൂണിറ്റും സെൻട്രൽ യൂണിറ്റും സംയുക്തമായി ഇങ്ങനെയൊരു പൊറോട്ട ഇറച്ചി വിൽപ്പന ഇതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നടത്തുകയാണ്. ഏറെ അഭിമാനകരമായൊരു നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നമ്മളുടെ ദുഃഖങ്ങൾക്കും മറ്റും അപ്പുറം അന്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന നമ്മുടെ സഹാക്കൾ ഏറെ അഭിമാനമുണ്ട്. നമുക്ക് എടവിലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ ഇതിൽ പങ്കെടുത്ത എല്ലാ സഹാക്കൾക്കും അഭിവാദ്യം പറഞ്ഞുകൊള്ളും. CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം CA ഷഫീർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PH നിയാസ്, ജാസിർ ഇക്ബാൽ, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം KH ഷഫീഖ്, എടവിലങ്ങ് മേഖലാ പ്രസിഡന്റ് CS സുജിത്ത്, ഫഹദ്, ആസിൽ, ഹഫ്ഷാൻ, നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മേപ്പാടി ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിയിലെ വലിയൊരു ഭാഗം പൂർത്തീകരിക്കാൻ ഡിവൈഎഫ്ഐയെ കൊണ്ട് സാധിക്കുമെന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിവിടെ ഡിവൈഎഫ്ഐയുടെ എടവിലങ്ങ് മേഖലാ കമ്മിറ്റി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് പെറോട്ടയും ഇറച്ചിയും എന്നുള്ളത്. ആ പെറോട്ടയും ഇറച്ചിയും ഇവിടുത്തെ ഈ പ്രദേശത്തെയും എടവിലങ്ങിന് പുറത്തുള്ള പ്രദേശത്തെയും വിവിധ ജനങ്ങളിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വളരെ മാതൃകാപരമായി അത് പാക്ക് ചെയ്തുകൊണ്ട് പൊതു മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറവ് പൈസക്കാണ് ഇവർ ഇവിടെ വിറ്റഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്ന സ്വരൂപിച്ച് കിട്ടുന്ന ലാഭം കിട്ടുന്ന പണം ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ ബി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മാറ്റണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചായക്കട ഇവിടെ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ആ ചായക്കട ഉൾപ്പെടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണം എന്നിട്ടുള്ളതാണ് തീരുമാനിച്ചത്. അത്ത രീതിയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. വിവിധങ്ങളായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചു വരികയാണ്. വിവിധങ്ങളായ മനുഷ്യാധാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനെല്ലാം അകമഴിഞ്ഞ പിന്തുണയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഡിവൈഎഫ്ഐക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ പൊതുസമൂഹം ഡിവൈഎഫ്ഐക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.